തിരുവനന്തപുരത്ത് തെരുവുനായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒട്ടേറെ പേരെ ആക്രമിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതോടെ കടുത്ത ആശങ്കയിലാണ് നഗരവാസികൾ. തെരുവുനായ നിയന്ത്രണ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. തിരുവനന്തപുരത്ത് 40ഓളം പേരെ കടിച്ച് തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതിൽ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ്. തെരുവുനായ വന്ധ്യംകരണത്തിൽ കോർപ്പറേഷൻ സമ്പൂർണ്ണ പരാജയമാണെന്നാണ് ഉയരുന്ന വിമർശനം. തെരുവുനായ്ക്കളുടെ ശല്യം കുറയ്ക്കാൻ അവയെ ശാസ്ത്രീയമായി പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. മാത്രമല്ല, തെരുവുനായ്കൾക്ക് നഗരത്തിന്റെ പലയിടത്തും ഭക്ഷണം നൽകുന്നത് ഇവ പെരുകുന്നതിന് കാരണമാകുന്നുണ്ടെന്നാണ് ഉയരുന്ന വിമർശനം. തെരുവുനായ്കൾക്ക് കുത്തിവയ്പ് നൽകാനുള്ള കോർപ്പറേഷന്റെ പദ്ധതി മുടങ്ങിയിട്ട് 4 മാസം പിന്നിടുന്നു. പേവിഷ പ്രതിരോധ വാക്സിൻ നൽകാൻ സ്വകാര്യ ഏജൻസിയുമായി ഉണ്ടാക്കിയ കരാർ കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കാൻ കോർപ്പറേഷൻ ശ്രമിക്കാത്തതാണ് കാരണം. സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ തെരുവുനായ്കൾ ആക്രമിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തെരുവുനായ്കൾ വർദ്ധിക്കുന്നത് തടയാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജനം, തിരുവനന്തപുരം.